നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. രാജ്യം അത്യസാധാരണമായ ഒരു സംഭവത്തിൻ്റെ നടുക്കത്തിൽ നിൽക്കുകയാണ്. ഏറെക്കാലത്തിന് ശേഷമാണ് കശ്മീരിൻ്റെ സമാധാനാന്തരീക്ഷത്തിലേക്ക് ഭീകരർ നിറയൊഴിക്കുകയും 28 പേരുടെ ജീവൻ നഷ്ടമാവുകയും ഒക്കെ ചെയ്തത്. ഭീകരർക്ക് ഇന്ത്യ തിരിച്ചടി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാ തരത്തിലും ഇന്ത്യ സമാധാനത്തെ ജീവിച്ചുകൊണ്ടിരുന്ന കശ്മീർ സമാധാനത്തിലേക്ക് മടങ്ങി വരികയും കശ്മീരിൽ ധാരാളമായി ടൂറിസ്റ്റുകൾ എത്തുകയും കശ്മീർ ജനതയുടെ ജീവിതത്തിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും അത്യന്തം നീചമായ രീതിയിലേക്ക് നിരായുധരായ മനുഷ്യർക്ക് നേരെയാണ് ഈ ഭീകരർ വെടിയുതിർത്തത് എന്നതുകൂടി ഓർക്കണം. എന്തായാലും ഇന്ത്യയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റും കുടുംബവും ഇന്ത്യയിലുള്ള ഒരു സമയം തന്നെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യൻ സന്ദർശനം നടക്കുന്ന ഒരു സമയം തന്നെ ഭീകരർ തിരഞ്ഞെടുത്തു. അമേരിക്കയും സൗദി അറേബ്യയും ഒക്കെ പാകിസ്ഥാനുമായി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അവർക്ക് അനുകൂലമല്ല എന്നതുകൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. കശ്മീരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കശ്മീരി ജനതയെ സംബന്ധിച്ച് തലമുറകളായി അവർ ഭീകരവാദത്തിൻ്റെ ഇരകളായി നിന്ന മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഭീകരവാദം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും മേലെ നിന്നതാണ്. അവിടെ നിന്നാണ് അവർ സമാധാനത്തിലേക്ക് വരികയും കശ്മീരിലേക്ക് പഴയതുപോലെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ കശ്മീരിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തിച്ചേരുകയും ഈ വർഷം റെക്കോർഡ് വർധനയാണ് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലടക്കം ഉണ്ടായത്. ടൂറിസ്റ്റുകൾ വരിക എന്നാൽ സാധാരണ കൃഷിയും അല്ലെങ്കിൽ കാലിമേയ്ക്കലും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ടൂറിസം അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ്. അവരുടെ ജീവിതം പച്ചപിടിക്കുന്നത് ഈ ടൂറിസത്തിൽ കൂടിയാണ്. അങ്ങനെ ഒരു നാടിൻ്റെ ടൂറിസം സ്വപ്നങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ ഭീകരാക്രമണം ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരുടേതാണെങ്കിൽ ജീവിതം തകർന്നു പോകുന്നത് കശ്മീരിലെ സാധാരണക്കാരായ മനുഷ്യരുടേതാണ്. അവർ എത്രയോ കാലമായി മോഹിച്ച അവരുടെ ജീവിതമാണ് ഇപ്പോൾ വീണ്ടും തകർന്നു പോയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലടക്കം ടൂറിസത്തിൽ കശ്മീരിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവുണ്ടാക്കുന്ന തരത്തിലാണ്. അതിൻ്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ. അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ടൂറിസ്റ്റുകൾക്ക് വെള്ളവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഈ കച്ചവടക്കാരൊക്കെ അവരോട് തൊഴുതുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുകയാണ്. അവരൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ ടൂറിസം സീസൺ കഴിയുമ്പോൾ അവരുടെ ജീവിതം രക്ഷപ്പെടും, ആ കുടുംബം രക്ഷപ്പെടുമെന്നൊക്കെ. സാധാരണക്കാരായ ആളുകൾ ടൂറിസ്റ്റ് ഗൈഡായി പോകുന്നത് മുതൽ അവിടെ ചെറിയ കച്ചവടം നടത്തുന്ന ആളുകൾ മുതൽ താമസ സൗകര്യങ്ങൾ കൊടുക്കുന്ന വൻകിടക്കാരും ഒക്കെ ചെറുകിടക്കാരും സാധാരണക്കാരായ മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വരുമാന മാർഗമായിരുന്നു നഷ്ടമായത്. ഈ ഭീകരർ ലോകത്താകമാനം ഭീകരർക്കെതിരെയുള്ള വലിയ പോരാട്ടം നടക്കുന്നതിനിടയിലാണ് ഇന്ത്യയിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. ശ്രീ തങ്കപ്പനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ തങ്കപ്പൻ, എങ്ങനെയാണ് താങ്കൾ ഈ ഭീകരാക്രമണത്തെ കാണുന്നത്? പറഞ്ഞോളൂ. ഇത് ശരിക്കും പറഞ്ഞ് നമ്മൾ പാർലമെന്റ് ആക്രമണം നടന്നില്ലേ? അതെ. അക്കാലത്ത് തന്നെ നല്ലൊരു തിരിച്ചടി കൊടുക്കണം. നല്ല തിരിച്ചടി എന്ന് പറഞ്ഞാൽ എപ്പാസിനുള്ള അടി കൊടുക്കണ്ടായിരുന്നു. അത് ചെയ്തില്ല. ഇനിയും തെറ്റ് വൈകിട്ടാണെങ്കിൽ ഈ ഗവൺമെന്റിലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള വിശ്വാസം എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ശരി, ഹലോ, കേൾക്കാം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഷെയർ വാങ്ങി പോയവരാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഷെയർ വാങ്ങി പോയവരാ. എപ്പോഴും ചെയ്ത സർക്കാരായാലും ശ്രമിക്കുന്നത് വലിയൊരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ഇതിലേക്ക് പോകാതെ സമാധാന മാർഗത്തിലൂടെ എങ്ങനെ പരിഹാരം കാണാവുന്നതാവും എല്ലാ സർക്കാരുകളും എല്ലാ കാലത്തും. ഇന്ത്യ എപ്പോഴും സമാധാനത്തിന്റെ വഴി പ്രധാനമായും തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ആയിക്കോട്ടെ സാറേ, ഈ സമാധാനം ഞാൻ പറഞ്ഞത് ഈ സമാധാനം എത്ര കാലം, എത്ര പതിറ്റാണ്ടുകളായിട്ടാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു സമാധാന ജീവിതത്തിന് മേലെയാണ് ഭീകരർ ഇപ്പോൾ നിറയൊഴിച്ചിരിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതെ, ഇതിന് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി വേണം. കാരണം ഇത്രയും സാധുക്കളായിട്ടുള്ള ആളുകളെ യാതൊരു കാരണവും ഇല്ലാതെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമല്ലേ. പിന്നെ
ഈ ഓരോരുത്തരും ഇങ്ങനെ പറയും അവര് ഭരിക്കുന്നത്. എന്തായാലും എല്ലാത്തിനും ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ സാറേ. ഒരു കാര്യം നടക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ എന്തിനെങ്കിലും ഒന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും. ഇവരൊക്കെ പറയും പെട്ടെന്ന് അടിക്കാനും പറ്റും. അതിനൊരു കൃത്യമായ ഒരു മറുപടി ഇന്ത്യ കൊടുത്തിരിക്കും. ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്. ഹലോ, കേൾക്കാം. എന്റെ അച്ഛൻ ആർമിയിലായിരുന്നു. 1971 പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. ഫാമിലി മൊത്തത്തിലെ. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തിനോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റുന്നതിനപ്പുറം. രാജ്യം ഉണ്ടെങ്കിലല്ലേ സംസ്ഥാനം ഉള്ളൂ സാറേ. അപ്പൊ ഇതിനകത്ത് ഇവിടെ രാഷ്ട്രീയം ഒന്നും വലിച്ചഴക്കേണ്ട ഇല്ല ശ്രീമതി മിനി. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ അതിശക്തമായ രീതിയിലുള്ള പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളിലേക്കല്ല ഇന്ത്യ യോജിച്ചു നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. അത് പ്രതീക്ഷ പകരുന്ന ഒന്ന് തന്നെയാണ്. എല്ലാ കാലത്തും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയമായ എതിരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ സംഭവങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്യുകയും വേണം, വിചാരണയൊക്കെ വേണം. പക്ഷേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന ഘട്ടത്തിൽ രാജ്യത്തും പ്രതിസന്ധി നേരിടുമ്പോൾ എല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഇന്ത്യ ഇന്ന് ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അതാ, ഇന്ത്യ ഇപ്പോൾ അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി. തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന് സുധീർ പറയുന്നു. രാജീവൻ ഏരിയലത്ത് പറയുന്നു പാക് ഇനി നിവരാൻ പാടില്ല, എല്ലാറ്റിനെയും തീർക്കണം എന്ന് പറയുന്നു. ബിജു പറയുന്നു, ശ്രീ ബിജു താങ്കൾ കുറെ കൂടി മാന്യമായ രീതിയിൽ സംസാരിക്കുക. ബിജു അതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ആരായാലും ബിജു താങ്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ താങ്കൾ എഴുതുന്നത് താങ്കളുടെ സ്വകാര്യമായ ഇടത്തൊന്നുമല്ല. ഇത് ആളുകൾ വായിക്കുന്ന ഇടമാണ്. അവിടെ കുറെ കൂടി മാന്യത പാലിക്കണം ഏത് കാര്യത്തിലായാലും. ശ്രീ ജോക്കർ പറയുന്നു എല്ലാ ഇന്ത്യയിൽ നിലവിൽ അനിൽകുമാർ തീർക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുന്നു. സനിൽകുമാർ പറയുന്നു വേണ്ട എന്ന് പറയുന്നു. എന്ത് തിരിച്ചടി, എല്ലാവരും ചാടി ഓടി പോകുന്നു, പിന്നെ എങ്ങനെ തിരിച്ചടിക്കും? അന്വേഷിക്കും, കണ്ടെത്തും, തിരിച്ചടി ഉണ്ടാവുമെന്ന് PJ പറയുന്നു. നമസ്കാരം, തിരിച്ചടിക്കണം, പക്ഷെ അത് പാകിസ്ഥാൻകാരും ഇന്ത്യക്കാരും ആക്രമണം അറിഞ്ഞിരിക്കണം, അല്ലാതെ ആരും അറിയാതെ തിരിച്ചടി നടത്തിയിട്ട് കാര്യമില്ല എന്ന് ജയകുമാർ പറയുന്നു. ഗ്ലാഡിയേറ്റർ ഇതിനിടയിൽ ചില ആളുകൾക്കൊക്കെ ഏത് യുദ്ധമുണ്ടായാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവരുടെ ഉള്ളിലെ ചില വർഗീയ വികാരങ്ങളും അവരുടെ ചില വിഷങ്ങളൊക്കെ തികട്ടി വരുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ എന്ന് പറയും. അതുകൊണ്ടാണ് ചില കമൻറ്റുകളൊന്നും നമുക്ക് വായിക്കാതെ വിടുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുനിൽകുമാറാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ സുനിൽകുമാർ, ഈ കശ്മീരികളൊക്കെ അവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ടൂറിസമൊക്കെ മെച്ചപ്പെട്ട് സമാധാന ജീവിതത്തിലേക്കൊക്കെ വന്ന് യഥാർത്ഥത്തിൽ ഈ കൊല്ലപ്പെട്ടതും മറ്റ് ഇടങ്ങളിൽ നിന്ന് എത്തിയവരാണെങ്കിലും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ആ കാശ്മീരിലെ ജനതയ്ക്കാണ്. അവർ ഏറെക്കാലം ഈ ദുരിതം അനുഭവിച്ച ഒരു മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിലേക്കാണ് വീണ്ടും ഈ തീവ്രവാദികൾ ദുരിതം വലിച്ചിട്ടത്. സാറേ, ഞാൻ ആദ്യമായിട്ട് പഹൽഗാമിൽ മരിച്ചവർക്ക് എന്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ. കഴിഞ്ഞ ഏതാണ്ട് ഒരു 5 വർഷക്കാലമായിട്ട് നമ്മുടെ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമായിട്ട് അവിടുത്തെ ജനതയുടെ ജീവിതം നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇത് കണ്ട് വിരളി പൂണ്ട പാകിസ്ഥാനിലെ തീവ്രവാദി സംഘം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി അവിടുത്തെ മതസൗഹാർദ്ദം തകർത്ത് രാജ്യത്തെ തകർക്കാനുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു ഓപ്പറേഷനാണിത്. ഇതിന് കൃത്യമായ തിരിച്ചടി ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനം എവിടെയാണോ അവിടെ കയറി കൃത്യമായ തിരിച്ചടി നൽകേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കാൻ സമയം കഴിയുന്നതിന് മുന്നിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ആവശ്യം. ഇനി മേലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവാനും പാടില്ലാത്ത തരത്തിൽ തിരിച്ചടിക്കണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഹൈദരാബാദിൽ നിന്നും ശ്രീ കൃഷ്ണകുമാറാണ്. ശ്രീ കൃഷ്ണകുമാർ, ഒരു സമാധാനപരമായ ഒരു രാജ്യം പുലരുമ്പോൾ ഈ ഭീകരവാദികൾക്ക് എല്ലാ കാലത്തുമുള്ള ലക്ഷ്യം അതാണ്. അവർ ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുക, അവർക്ക് എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ, അവരാണിപ്പോൾ ആ തരത്തിലേക്ക് എന്തായാലും ചെയ്തിരിക്കുന്നത്. മനുഷ്യരായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മാനവികതയുടെ ഒരു അംശമെങ്കിലും ഉള്ളിലുള്ള ഒരു മനുഷ്യർക്കും കഴിയില്ല ഇങ്ങനെ നിരപരാധികളായ ആളുകൾക്ക് നിറയൊഴിക്കാനൊക്കെ. അങ്ങനെ ശക്തി തെളിയിക്കാനൊക്കെ ആണെങ്കിൽ പട്ടാളത്തിന് നേരെ ഒന്ന് യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം ശക്തിയാണ്. അങ്ങനെയുള്ളവർക്ക് അത്ര ശക്തി ഉണ്ടെങ്കിൽ തെളിയിക്കേണ്ടത്. ഇത് പാവപ്പെട്ട മനുഷ്യർ, ടൂറിസ്റ്റുകൾ സ്ഥലം കാണാൻ ചെയ്ത മനുഷ്യരാണ്. അവരുടെ കയ്യിൽ കൈത്തോക്ക് പോയിട്ട് കല്ലുപോലും ഇല്ലാത്ത നിൽക്കുന്ന മനുഷ്യരുടെ നേരെ യന്ത്രത്തോക്ക് കൊണ്ട് നിറയൊഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, തീർച്ചയായും തിരിച്ചടിക്കണം. ഈ തിരിച്ചടിക്കുന്നത് ഇതിന്റെ ഈ ചെയ്തിരിക്കുന്നതൊക്കെ വെറും കൈകളാണ്, തലയിരിക്കുന്നത് വേറെയാണ്. നമുക്ക് കൊയ്യേണ്ടത് ആ തലയാണ്. അത്തരത്തിലൊരു നടപടി തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം ഇതിനു മുമ്പ് പുൽവാമയിലുണ്ടായി, ഇപ്പോൾ 4 വർഷത്തിന് ശേഷം ഇവിടെ വരുന്നു.
ഒരു ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ചെയ്യേണ്ടത് എൻഡ് ഫോർ എവർ, അതാണ് നമുക്ക് ആവശ്യം. അത്തരത്തിലൊരു നടപടി തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം കാണാതെ പോകരുത് ഒരു കാര്യം, കാശ്മീരിലെ ജനത ഇന്ന് തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നു. അവിടെയുള്ള എല്ലാ സമുദായക്കാരും അതിലുണ്ട്. അവരെല്ലാവരും ഇന്ത്യ ഗവൺമെന്റ് മുന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണം. ശരി, ശ്രീ കൃഷ്ണകുമാറിൻ്റെ വാക്കുകൾ ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ മനുഷ്യർ ഇപ്പോൾ തെരുവിലിറങ്ങി പാകിസ്ഥാനെതിരെ പ്രതിഷേധിക്കുകയാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കിരൺ, ഇത് വലിയൊരു വിഷമമുള്ള ഒരു കാര്യമായിപ്പോയി. TV കണ്ട് വലിയ സങ്കടമായിപ്പോയി. ആ ഒരു ഹിമാൻഷിന്നോ കണ്ട് ഒരു പറയുന്ന പെങ്കൊച്ച് നമ്മുടെ കൊച്ചിൻ പോർട്ടില് ജോലിയുള്ളത് അദ്ദേഹത്തിന്റെ ഭർത്താവിന് 6 ദിവസം ആയുള്ളൊന്ന് വിവാഹം കഴിച്ചിട്ട്. അതുപോലെ നമ്മുടെ എറണാകുളത്തുനിന്ന് പോയ ഒരു കുടുംബം, അദ്ദേഹത്തിനെയൊക്കെ കൊല്ലുക എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിപ്പോയി. നമുക്ക് പകരം വീട്ടണം, ഇവന്മാരെയൊക്കെ തല അറുത്ത് കൊണ്ടുവരണം, അതാണ് ചെയ്യേണ്ടത്. ഇന്ത്യ എപ്പോഴും ഭയങ്കരമായിട്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ കയറി ആരെടുത്തും അങ്ങനെ വഴിക്കൊന്നും പോകുന്നതല്ല. പക്ഷെ ഇതിനൊക്കെ നല്ല മറുപടി നമ്മൾ കൊടുക്കണം. അതിനെല്ലാവരും ഒരു പാർട്ടി ഇതൊന്നും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. അതാണ് എൻ്റെ. ശരി, ശ്രീമതി ജയ പറഞ്ഞത്. എല്ലാവരും ഈ ഘട്ടത്തിൽ ഒരുമിച്ച് തന്നെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. രാജ്യം വളർന്നെന്ന് ഒരിടത്ത് പ്രസംഗിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ CCTV ക്യാമറ പോലും ഇല്ല. ഇതാണ് നശിപ്പിച്ചിട്ടാണ് അവർ വെടിവെത്തത്. അങ്ങനെ CCTV ഇതൊരു ട്രക്കിംഗ് പോയിൻ്റാണ്. അങ്ങനെ അല്ലാതെ ഇതൊരു പ്രധാനപ്പെട്ട അത്തരം ഈ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നത് പോലെയല്ല, വാഹനത്തിൽ പോകുന്നൊരു സ്ഥലമല്ല അത്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൂടി ശ്രീരാജ് മുള്ളൂർ മനസ്സിലാക്കണം. നിരപരാധികളുടെ മരണത്തിന് കണക്ക് ചോദിക്കണമെന്ന് ഉദയകുമാർ പറയുന്നു. ഭീരുക്കളായ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോട് ഞാൻ ദുഃഖം പങ്കുവയ്ക്കുന്നു, പക്ഷേ തിരിച്ചടിച്ചിരിക്കുമെന്ന് ഗോളാന്തര യാത്ര പറയുന്നു. അതോടൊപ്പം തന്നെ വർഗീയത ഛർദ്ദിക്കരുത്, ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് RRR പറയുന്നു. അതിനിടയിൽ ചിലരൊക്കെ ന്യൂ തിങ്കർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അവർ പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പുതിയ ചിന്തയൊന്നുമല്ല അവരുടെ മനസ്സിൽ ഉള്ളത്, മറ്റു രീതിയിലൊക്കെയുള്ള ഇതാണ്. ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന സമയത്തും ചില ആളുകൾക്ക് അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നത് അത്ര ഇഷ്ടപ്പെടില്ല. നഷ്ടപ്പെട്ടവരുടെ ഇസ്രായേലിനെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് സജിത് TK പറയുന്നു. അതോടൊപ്പം തന്നെ മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാവുമെന്ന് ഹ്യൂമനിസ്റ്റ് ഫ്രീ തിങ്കർ പറയുന്നു. അങ്ങനെ ഓരോരുത്തരും എൻ്റെ ഗ്രാൻഡ് ഫാദർ പട്ടാളക്കാരനായിരുന്നു, അടി തിരിച്ചടി എന്ന് RRR പറയുന്നു. മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാവും, അങ്ങനെ കുറേ ആളുകളുടെ കമൻറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുധീറാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുധീർ, താങ്കൾ എങ്ങനെയാണ് ഈ നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഈ വലിയൊരു ഭീകരാക്രമണം, ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചടി നൽകേണ്ടത്? സാർ, ഇത് ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ കൊടുക്കണം സാറേ. ഹലോ, പറഞ്ഞോളൂ. സാറേ, ഇത് ശക്തമായ തിരിച്ചടി കൊടുക്കണം പാകിസ്ഥാന്. പാകിസ്ഥാൻ ഇതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ നമ്മളെ ഇന്ത്യനായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു പുൽവാമയിലെ പ്രശ്നം തന്നെ ഒരു 45 ആള് നമ്മളെ ജവാന്മാരെ കൊന്നിട്ടും അവർക്ക് ഇത് മതിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ശക്തമായ തിരിച്ചടി കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, ഈ ഭീകരർ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയും. നമ്മുടെ സമാധാന ജീവിതമാണ് പെട്ടെന്ന് എല്ലാ മനുഷ്യരുടെയും മനസ്സിനെയാണ് ഇത്രത്തോളം അസ്വസ്ഥപ്പെടുത്തിയത്. പ്രത്യേകിച്ച് കശ്മീരിലെ ജനത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതം കൂടിയാണ് അവർ ഇല്ലാതാക്കിയത്. എന്താണ് പറയാനുള്ളത്? നമസ്തേ സാറേ. നമസ്കാരം. അത് എനിക്ക് പറയാനുള്ളത്, ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു രാജ്യമൊന്നും അല്ലല്ലോ. ഈ നമുക്ക് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളെ ഒന്നും ഒരു കാരണവശാലും ശല്യപ്പെടുത്താതെ ഒരു രാജ്യത്തിന് എതിരെയും ഒരു യുദ്ധത്തിനോ ഒന്നിനും പോകാത്ത ഏറ്റവും സഹിഷ്ണുതയോടുകൂടി പെരുമാറുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതിപ്പോ ആദ്യമായിട്ടല്ല, പല പ്രാവശ്യമായി കഴിഞ്ഞ തവണ നമ്മൾ തിരിച്ചടി കൊടുത്തു. ഇതിന് തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെ കൊടുത്ത കണക്കൊന്നും അല്ല കൊടുക്കേണ്ടുന്നത്. ഇത് ലോക രാജ്യങ്ങൾ മുഴുക്കെ അറിയത്തക്ക രീതിയിൽ വേണം ഇനി ഇതിന് തിരിച്ചടി കൊടുക്കാൻ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പലപ്പോഴും ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടെ മുന്നിലൊക്കെ എപ്പോഴും സമാധാനത്തിൻ്റെ പാത അല്ലെങ്കിൽ സമന്വയത്തിൻ്റെ പാതയൊക്കെ സ്വീകരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യ പരമ്പരാഗതമായി അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നകാരിയായ രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും വൈകാര്യമായ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പോലും കൂടുതൽ പക്വതയോടുകൂടി പ്രതികരിക്കുന്ന രാജ്യം കൂടിയാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.
സിന്ധു ആണ് ചെന്നൈയിൽ നിന്നും. സിന്ധു എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അവരെങ്ങനെ നമ്മോട് ഇടപെടുന്നതോ അതുപോലെ വേണം നമ്മളും ഇടപെടാൻ എന്നാണ് എന്റെ അഭിപ്രായം. നമ്മളിങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നിട്ടോ ഒരു കാര്യവുമില്ല. എത്രയെന്ന് വെച്ചിട്ട് അവരടിക്കുമ്പോഴൊക്കെ നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് തക്ക ശിക്ഷ നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പൊ പാകിസ്ഥാൻ എന്തിനാണ് ആ അതിർത്തിയിലുള്ള ഗ്രാമത്തിൽ നിന്നൊക്കെ ജനങ്ങളെ ഒഴിവാക്കുന്നത്? അപ്പൊ അവരെന്തോ ഒരു വലിയ ഇതിലാണ് ഉള്ളത്. അപ്പൊ അത് നമ്മൾ എതിർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് അങ്ങോട്ട് അതിനു മുമ്പേ നമ്മൾ കയറി അടിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. എത്ര നാളെന്ന് വെച്ചിട്ട് ക്ഷമിച്ചിരിക്കുക? അതും ഒരു ജാതി എന്താ മതം എന്താന്ന് ചോദിച്ചിട്ട് കൊല്ലുന്നതൊക്കെ അതൊരു വളരെ അവർ മനഃപൂർവ്വമായി തന്നെ ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് അത്തരം നീക്കങ്ങൾ നടത്തുന്നത്. അതെ. ഇപ്പൊ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ഒത്തൊരുമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും കൂടെ നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള പണ്ടത്തെ ഇവരുടെ രീതിയാണ് എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ശരി, എന്തായാലും ടോമിയാണ്. ശ്രീ ടോമി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാന് റിട്ടയർഡ് ആർമി സോൾജറാണ്. ഞാനിപ്പോ ഇവിടെ വിശ്രമത്തിലാണ്. എവിടെയാണ്? ഞാൻ റിട്ടയർഡ് ആർമി സോൾജറാണെന്ന് ആർമിയിലായിരുന്നു. കേട്ടു. അപ്പോ സാറേ, ഞാൻ 1971 വാറിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ 2 വാറും 1965 71 വാറിൽ ഇവര് നമ്മളെ വന്നിട്ട് ഇന്ത്യ രാജ്യത്തെ ഇവര് പ്രകോപിപ്പിച്ച് നമ്മൾ അന്നും ഇന്നും പ്രകോപനം ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവര് നമ്മുടെ ഭൂസ്വത്ത് കവർന്നെടുക്കാനും നമ്മുടെ രാജ്യം അസ്ഥിരപ്പെടുത്താനും ഭീകരപ്രവർത്തനവും ഈ രീതിയിലുള്ള കടന്നുകയറ്റമായിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി ഇവരുടെ ഈ പ്രകോപനം വന്നിട്ട് ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. സാറെ, കണ്ണീര് കൊണ്ട് ഞാൻ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഒരുപാട് കരഞ്ഞു പോയി. ആ വിനയ് നർവൽ നേവൽ ഓഫീസർ ഒരാഴ്ച കഴിച്ചിട്ടുള്ള കല്യാണം കഴിച്ചിട്ട് ആ ഹിമാൻഷി എന്ന് പറഞ്ഞ പെണ്ണിന്റെ അവര് സെല്യൂട്ട് ചെയ്തിട്ട് അവര് കണ്ണീര് കൊണ്ട് കമന്ന് അങ്ങനെ പെട്ടിമ വീഴുന്ന കണ്ടിട്ടുള്ള ഞാൻ വിറച്ചുപോയി. സാറേ, നമുക്കിപ്പോ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, അനുകൂലമാണ്. ഇതിന് ഉചിതമായ നടപടി ഓരോ പൗരനും വന്നത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് താങ്കളുടെ വാക്കുകളുടെ വൈകാരികത കൂടി ആ സ്വരത്തിലും ഭാഷയിലും എല്ലാം തന്നെ വ്യക്തമാണ്. താങ്കളുടെ വികാരം ഞങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ സ്റ്റൈൽ തിരിച്ചു കൊടുക്കണമെന്ന് അനിൽ വർഗീസ് പറയുന്നു. പനപ്പട്ടിക്കാരൻ പറയുന്നു, നമ്മുടെ നാട്ടിലെ തീവ്രവാദ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരെ വേണം ആദ്യം അകറ്റി നിർത്താൻ. 6 വോട്ടിന് വേണ്ടിയാണോ നട്ടല് പണയം വെക്കുന്ന? പാകിസ്ഥാൻ അർഹിക്കുന്നതിലും അപ്പുറമുള്ള മറുപടി കൊടുക്കണം എന്ന് പറയുന്നു. ഡിസ്ട്രോയ് ദാറ്റ് കൺട്രി എന്ന് പറയുന്നു ചന്ദ്രകുമാർ പറയുന്നു. താങ്ക്സ് ഫോർ ടേക്കിംഗ് ദിസ് ടോപ്പിക് ഇൻ ടുഡേസ് പൊതുവേദി അനീഷ് മോഹൻ പറയുന്നു. സ്വാഭാവികമായും ഇത്ര ഒരു വലിയ വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ രാജ്യം മുഴുവൻ ആ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊതുവേദിയും അതുതന്നെയാണ് ചെയ്യേണ്ടത്. സാധാരണ ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ കിട്ടുന്ന ഏക അവസരം കൂടിയാണ് നമ്മുടെ മലയാളം ചാനലുകളിൽ ഇങ്ങനെ ഒരു പരിപാടി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി നമ്മൾ ഈ വിഷയം തന്നെ ഇന്ന് എടുത്തതും ഈ പരിപാടി നടത്തുന്നതും. ഒരു തിരിച്ചടി അത്യാവശ്യമാണെന്നും ഇതിനു മുമ്പ് ആക്രമണം നടന്നപ്പോൾ തിരിച്ചടി കൊടുത്തതിന് ശേഷം മോദി പറഞ്ഞു, ഇനി ഞങ്ങളെ ആക്രമിച്ചാൽ കാശ്മീർ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നു സ്റ്റാലിൻ ഫ്രാൻസിസ്. റിമൂവ് ദി കൺട്രി ഫ്രം ദി വേൾഡ് മാപ്പ് എന്ന് പറയുന്നു ചന്ദ്രകുമാർ. കശ്മീർ പോലെയുള്ള ഒരു സ്ഥലത്ത് അക്രമം നടക്കാൻ സാധ്യതയുള്ള സ്ഥലമല്ലേ ക്യാമറ സ്ഥാപിക്കേണ്ടത്? ഒരു സുരക്ഷയുമില്ലാത്ത സ്ഥലത്തേക്ക് ഇത്തരം നിരപരാധികളെ ആളുകളെ കടത്തിവിടരുതെന്ന് ശ്രീരാജ് മുള്ളൂർ പറയും. ശ്രീരാജ് മുള്ളൂർ, ഇതൊക്കെ ആ നാട്ടിൽ അത് നമ്മുടെ ഉള്ളിലുള്ള സ്ഥലമാണ്. അവിടെ അങ്ങനെ പ്രശ്നമുണ്ടായിരുന്ന ഒരു സ്ഥലമല്ല. സ്വാഭാവികമായും ഈ എല്ലാ സുരക്ഷയും ഉള്ള അല്ലെങ്കിൽ പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ തീവ്രവാദികൾക്ക് ഭീകരർക്ക് ഭയം കാണും. അവർക്ക് അങ്ങനെ ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ലാത്ത സമയത്താണ് അവർ നിരപരാധികളായ മനുഷ്യരുടെ നേരെയൊക്കെ അവർ വെടിയുതിർക്കുന്നത്. ഈ പ്രശ്നത്തോടുകൂടി ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് സപ്പോർട്ടായി നിൽക്കുന്നുവെന്ന് സജിത്ത് കെ പറയുന്നു. വിനോദ് കെ എസ്, പാകിസ്ഥാൻ ഒരിക്കലും മറക്കാനാവാത്ത നാശം വരുത്തണമെന്ന് പറയുന്നു. ബദ്ധശത്രുക്കളായ അമേരിക്കയും റഷ്യയും ഒരേ ശബ്ദത്തിൽ പറയുന്നു. റഷ്യയും എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഒരേ ശബ്ദത്തിൽ പറയുന്നു എന്ന് പറയുന്നു.
ഇതിന് പ്രദീപ് കുമാർ പറയുന്നു, ഇതിന് പിന്നിൽ പാകിസ്ഥാൻ മാത്രമാണ് ലോകത്തിന് ഭീകരത സപ്ലൈ ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നു. ദയവ് ഇത് ഒന്നുകിൽ മലയാളത്തിൽ എഴുതണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതണം. അത് ഇംഗ്ലീഷിൽ എഴുതിയാൽ വായിക്കാൻ പ്രയാസമാണ്. ഇവർക്ക് കിട്ടിയ ഗ്രൗണ്ട് സപ്പോർട്ട് എവിടെ നിന്ന് അത് തുടച്ചു നീക്കണം എന്ന് പറയുന്നു. ഭാൻഡം കെയർ സൊല്യൂഷൻസ് പറയുന്നു, നിങ്ങൾ ഗാസ പ്രശ്നം ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച തള്ളിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ജോൺ ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ജോൺ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ആദ്യമായി ഈ അപകടത്തിൽ മരിച്ച സകലർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഈ പ്രശ്നത്തിൽ അപലപിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇത് അപലപിക്കുകയും ഇന്ത്യൻ നിലപാടിനൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തു. ശക്തമായ തിരിച്ചടി. കാരണം നമ്മൾ പലപ്പോഴും സമാധാനത്തിന്റെ പാതയിലൂടെ പോയിട്ടും അവര് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശക്തമായി തിരിച്ചടിക്കണം. ഈ ഭീകരവാദത്തിന് അറുതി വരുത്താൻ സകലരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മോഹനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ മോഹൻ, ഇന്ത്യക്ക് നേരെ ഒരു കടുത്ത ആക്രമണമാണ് ഈ തീവ്രവാദികൾ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ സ്ഥലത്ത് വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. ഈ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ശരി, താങ്കൾ എവിടെ, പട്ടണത്തിലായിരുന്നു അതോ മറ്റേതെങ്കിലും? ഞാൻ സർവീസിലാണ്, ഞാൻ ആർമിയിലായിരുന്നു. ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. ഈ എങ്ങനെയാണ് ഈ ബൈസരൻ വാലിയുടെ ഒരു പ്രത്യേകത ആളുകളൊക്കെ ചോദിക്കുന്നു? അവിടെ ഞാൻ കാർഗിൽ മുതൽ കാർഗിൽ ഏരിയയിലും കുപ്വാഡയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, ഈ ബൈസരൻ ഏരിയ എങ്ങനെയാണ് അവിടെ? ഈ വളരെ സമാധാനമുള്ള ഒരു ഏരിയ ആയിരുന്നു. നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഒരിക്കലെങ്കിലും ഒരു കേരളക്കാരനല്ല ഇന്ത്യക്കാരൻ നിലയ്ക്ക് ഈ സ്ഥലം സന്ദർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്രത്തോളം മനോഹരമാണല്ലേ? അത്രത്തോളം മനോഹരമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ മാങ്ങ പറിക്കുന്നത് പോലെ ആപ്പിളൊക്കെ പറിച്ച് ഞങ്ങൾ കളിച്ചിട്ടുള്ള സ്ഥലമാണ് 96-ലൊക്കെ അവിടെ. ഇത് നല്ലൊരു തിരിച്ചടി കൊടുക്കണമെന്നാണ് തീർച്ചയായിട്ടും ഒരു നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ശ്രീ മോഹന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഗോവിന്ദനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ ഗോവിന്ദൻ, ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അതിന് ചെറിയ കുറവുണ്ടായിരുന്നു, എന്നാലും ഇപ്പോഴും അത് തുടരുന്നു. അതേ ശക്തിയിൽ തന്നെ 28 പേരുടെ ജീവനാണ് ഈ ഭീകരർ എടുത്തിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരൺ. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ, മോഹൻ പറഞ്ഞ പോലെ അതിമനോഹരമായിട്ട് അത്ര മനോഹരമായ കാഴ്ചയുള്ള സ്ഥലമാണ്. ഈ പ്രത്യേകിച്ച് ഈ പൽഗാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് ഈ വനമേഖലയൊക്കെ ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ള ഒരു ഏരിയയിൽ നമുക്കറിയാലോ, നമ്മള് പ്രത്യേകിച്ച് ഈ പിന്നെ വിനോദസഞ്ചാരികളിലൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ മോഹനം പറഞ്ഞ പോലെ ഈ ഒരു സാധാരണ, അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ്. പക്ഷെ ഇതിപ്പോ അവര് ഈ ഭീകരനല്ല, ഇത് ആക്ച്വലി പാകിസ്ഥാൻ സ്പോൺസേർഡ് ആണ്. കാരണം പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ ISI ഇല്ലാതെ ഇത് നടക്കില്ല. അപ്പൊ ഇതിനകത്ത് ചെയ്യേണ്ട എന്താ വെച്ചാൽ, ദിസ് ഈസ് ദ റൈറ്റ്. ഇപ്പൊ എല്ലാവരും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പമാണ്. ഈ സമയത്ത് ഈ POK നമ്മൾ തിരിച്ചു പിടിക്കണം. അത് കിരൺ, ഒരു കാര്യമുണ്ട്, ഈ കാര്യം അധികാരം എവിടെങ്കിലും ശ്രദ്ധപ്പെടുത്തണം. കാരണം ഇനി വെച്ച് പൊറപ്പിക്കല്ലേ, നമ്മൾ കാർഗിൽ യുദ്ധ സമയത്ത് അത് തിരിച്ചു പിടിക്കാമായിരുന്നു. കാരണം ഈ ഭീകരന്മാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് എനിക്കറിയാം. കാരണം നമ്മുടെ ഈ അതിർത്തി മേഖല ഏകദേശം ഒരു 30-40 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരുടെ ബേസ് ക്യാമ്പുകൾ. ആ ബേസ് ക്യാമ്പിൽ നിന്നാണ് ഇവർക്ക് ഈ പാകിസ്ഥാൻ പട്ടാളം ചെയ്യുന്ന എല്ലാ സഹായം ചെയ്ത് കൊടുത്ത് ഇവരെ അവിടെ കൊണ്ട് തയ്യാറാക്കി നിർത്തുക. 10, 300, 400, 500 പേര് ഈ ഓരോ ക്യാമ്പിലുണ്ട്. അവിടുന്ന് 5ഉം 10ഉം 2, 3, 4, 5 ചെറിയ വലിയ ഗ്രൂപ്പായിട്ടുള്ളവരെ പല ഇപ്പൊ നമുക്ക് പിന്നെ ഇന്ത്യൻ പട്ടാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ഏക്കറാണ്, ഈ ആയിരക്കണക്കിന് കിലോമീറ്ററാണ് ഈ ബോർഡർ ഉള്ളത്. നമുക്കാണ് എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ബോർഡർ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന. അപ്പൊ അത് മാൻ ടു മാൻ മാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ ആക്രമിക്കില്ല, ഞങ്ങൾ വെടിവെക്കില്ല എന്നൊക്കെ പറഞ്ഞാലും യുവമാർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മേജർ രവി ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ. ഒരു മിനിറ്റ് ഒറ്റ കാര്യം പറയട്ടെ. ഈ ചെയ്യേണ്ട എന്നാ വെച്ചാൽ
അതിശക്തമായ നടന്ന 1000 കിലോമീറ്റർ ചുറ്റുള്ള പാകിസ്ഥാൻ മിലിറ്ററി ബേസ് മുഴുവൻ തരിപ്പണമാക്കണം. ഈ ഭീകരന്മാരെ മുഴുവൻ ഒടുക്കണം. തന്റെ കൊറ്റയിലാണ്, ഞാനിപ്പോ ഓപ്പണായിട്ട് പറയാം, അവരുടെ ന്യൂക്ലിയർ പ്ലാന്റ് ഇരിക്കുന്ന കൊറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്, പാകിസ്ഥാനിലെ കൊറ്റ. അത് തകർക്കണം. തകർത്ത് ഇവന്മാരി പൊങ്ങല് അമ്മാതി ചെയ്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇപ്പോഴത്തെ ഭരണകൂടം വളരെ സ്ട്രോങ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന അത് അങ്ങനെയല്ല, അത് അങ്ങനെ ചെയ്തല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതല്ല, ഒറ്റക്കെട്ടായിട്ടിരിക്കേണ്ട സമയമാണ്. ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചു. അങ്ങനെ ഒരു സംഭവം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഒട്ടേറെ ചിന്തിക്കേണ്ടതും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട രാജ്യത്തിന്റെ സുരക്ഷയും ലോകത്തിന്റെ സുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഭരണാധികാരികൾ തീരുമാനിക്കേണ്ടത് കൂടിയാണ്. ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അത്തരമൊരു അഭിപ്രായം കൂടി പ്രകടിപ്പിക്കുന്നു. ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് പറയാം. കിരൺ ബാബു, ഇന്ന് നമ്മുടെ പരിപാടിയിൽ വിളിച്ച കുറെ പട്ടാളക്കാർ അവരേറ്റവും അവരെ അങ്ങേയറ്റം സഹായിക്കുന്നത് അവരെ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഇതൊരു അവസരമായിട്ട് കാണണം. അങ്ങനെ ഈ തീവ്രവാദത്തിനെതിരായിട്ട് ഇപ്പോ അമേരിക്കയോ ചൈനയോ റഷ്യയോ എല്ലാ ആൾക്കാരും നമുക്ക് പിന്തുണയാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മൾ ഇതിനെ തകർക്കണം. കാരണം ഇത് മൊത്തം ഈ ലോകത്തും നടിപ്പിച്ച് കാണണം. ഈ നാട്ടിൽ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ അഫ്ഗാനിസ്ഥാൻ താലിബാനിലെ ആൾക്കാരും ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. താലിബാനില് 6ാം ക്ലാസ്സിൽ അപ്പുറം പെൺകുട്ടിക്ക് പഠിക്കാൻ പാടില്ല. അവരെയും യുദ്ധക്രമം കുറുകാനാ. ഇവരൊക്കെ ഒരു അള്ളാന്റെ രാജ്യത്തുള്ളിൽ കളിക്കുന്ന കളികളാണ്. ഇവരെ മൊത്തം തകർത്ത് തരിപ്പണാക്കുന്ന ആൾക്കാരാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഡേവിഡ് വിജയ് ആണ്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കളിലേക്ക് വരാം. നമുക്ക് എന്തായാലും ചില കമൻറ്റുകൾ കൂടി വളരെ വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. തിരിച്ചടിക്കും തീർച്ച എന്ന് രാവണൻ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റേ ടെററിസ്റ്റ് ഇൻസൈഡ് ദി കൺട്രി ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ദി ടെററിസ്റ്റ് ബിയോണ്ട് ദി ബോർഡേഴ്സ്, ഇറ്റ്സ് വിസിബിൾ ഓൺ ദിസ് ചാറ്റ് എന്നൊക്കെ പറയുന്നത്. അത് സുമിത് നായർ. അവസാനത്തെ വരി വേണ്ടിയിരുന്നില്ല. രാജ്യത്തിനകത്തായാലും പുറത്തായാലും ഭീകരർ അപകടകാരികൾ തന്നെയാണ്. രാജ്യത്തിനകത്തും സഹായം കിട്ടിയാൽ അതും അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. പിയൊക്കെ ഫിനിഷ് എന്ന് പറയുന്നു. നിതിൻ മണിക്കോത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ തിരിച്ചടിക്കും ഇതിനുള്ള തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനി ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ്റെ ചിത്രം പാടില്ല. അങ്ങനെയുള്ള തിരിച്ചടിയായിരിക്കണം വേണ്ടതെന്ന് ലച്ചൂസ് ഡ്രീം ക്യാറ്റ് പറയുന്നു. എന്തായാലും അതൊക്കെ നമ്മുടെ രാജ്യമൊക്കെ തീരുമാനിക്കേണ്ട ഏത് തരത്തിലാണ് തിരിച്ചടിക്കേണ്ടത്. രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ടാണോ അവരെ ഭീകരവാദത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഏത് തരത്തിലാണ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കണം. നമ്മുടെ രാജ്യത്തു നിന്ന് ചിലരുടെ സപ്പോർട്ടും ഇതിന് പിന്നിലുണ്ട്. ശത്രു പുറത്ത് മാത്രമല്ല അകത്തുമുണ്ട്. എല്ലാ രാജ്യത്തും ഭീകരപ്രവർത്തനം നടക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഓരോ രാജ്യത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകളെയും ഒക്കെ സഹായവും ഒക്കെ തേടാറുണ്ട്. അതടക്കം പരിശോധിക്കുകയും അതൊക്കെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കണ്ടെത്തുകയും അതൊക്കെ തടയുകയും ഒക്കെ തന്നെയാണ് വേണ്ടത്. അതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്തായാലും മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. എന്തായാലും മറ്റ് ചില വിഷയങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് താങ്കൾക്ക് ശ്രീ ഡേവിഡ്, താങ്കൾക്ക് പറയാം. സംഭവത്തെ പറ്റി കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. കാരണം നമ്മളുടെ ഈ അകത്തുനിന്നുള്ള ഇത് പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെററിസം ആണെന്നുള്ളത് ഓക്കെ, പക്ഷെ പാകിസ്ഥാന്റെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 80,000 പേരെ അവർ പുറത്തോട്ട് തള്ളാൻ വേണ്ടി അവരുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നു. ഇതിന്റെ ഇടയിലും ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആഭ്യന്തര സഹായം കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു വാട്സപ്പിൽ ഒരു ചങ്ങാതി അയച്ച ഒരു ഇത് കണ്ടു. ഒരു എഞ്ചിനീയർ, ടെലികോം എഞ്ചിനീയർ, അയാളെ കൊല്ലാനായിട്ട് അയാൾ കാശ്മീരി പണ്ഡിറ്റാണ്. അദ്ദേഹത്തെ തട്ടാനായിട്ട് കുറെ ഈ ഭീകരർ വന്നപ്പം അവിടുത്തെ ആ വാലിയിലെ വീടുകൾ എങ്ങനെയാണെന്ന് ഓരോന്ന് അടുത്തടുത്തായിട്ട്. അപ്പൊ ഇദ്ദേഹത്തിനെ മുകളിൽ കയറി ഒളിച്ചിരുന്നോളാൻ പറഞ്ഞ ആൾക്കാർ മാറ്റി. അവർ പറഞ്ഞു ഈ പ്രത്യേക വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് അവർ വന്നിരിക്കുന്നത്. അപ്പൊ ഇവർ മുകളിൽ കയറി ഇപ്പൊ നോക്കിയപ്പോ കാണുന്നില്ല. അപ്പൊ അടുത്ത ഘട്ടത്തിലുള്ള ഒരു സ്ത്രീ ഇദ്ദേഹത്തെ ഈ ടെററിസ്റ്റുകളെ വിളിച്ച് പറഞ്ഞു എവിടെയും പോയിട്ടില്ല, അതിന്റെ മുകളിൽ തന്നെയുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും. അപ്പൊ അതിനൊക്കെ ഒരു സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ രാജ്യത്തിന്റെ അകത്തിരുന്നിട്ടുള്ളത്? ഇത് ആഭ്യന്തരമായിട്ട് നല്ല അസ്ഫലം മറുപടി കൊടുക്കണതിന്. പാകിസ്ഥാന് മാത്രമല്ല, ഇതുപോലെ രാജ്യത്തിന്റെ അകത്തിരുന്ന് നമ്മൾ ഉപ്പും ചോറും തിന്നിട്ട് ഇതുമാതിരി വല്ലോനോടും കാണിക്കുന്നത്. എനിക്കത് കണ്ടപ്പോ വളരെ ദുഃഖം തോന്നി ആ സ്ത്രീ കാണിച്ചത്. എന്നിട്ട് അവന് വേണമെങ്കിൽ നാളെ ഹമാസിന്റെ ആൾക്കാരെ പൊക്കി പിടിച്ചോണ്ട് നടക്കണമെങ്കിൽ നാളെ ആ സ്ത്രീയെ അല്ലല്ല. അതുപോലെയുള്ള ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ട് ഈ പ്രീണനം. എന്തെങ്കിലും വരുമ്പോ മുതലെടുപ്പ്. ഇപ്പൊ എനിക്ക് ഈ പ്രധാനമന്ത്രി നല്ല വിശ്വാസമുണ്ട്, അദ്ദേഹം എന്തെങ്കിലും തിരിച്ചടിക്കും എന്നുള്ളത്. നോ ഡൗട്ട്. സമയത്ത് ഡേവിഡ് വിജയ്, അത് ഇത്തരം കാര്യങ്ങൾ പറയേണ്ട ഒരു ഘട്ടമല്ല ഈ സമയത്ത്. കാണിച്ചത് കണ്ടപ്പോ ഭീകരർക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തപ്പോ ഒരു ഇന്ത്യയിലെ ടെലികോം എഞ്ചിനീയറായി
ശരി, ഓക്കെ. മുകളിൽ കയറി പോന്നോളെ. എനിക്ക് അറിയില്ല ആ സംഭവത്തെക്കുറിച്ച്. താങ്കൾ അങ്ങനെ ഒരു സംഭവം പറയുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബിനോയാണ് കൊല്ലത്ത് നിന്ന്. ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ സമയത്തെ കാണുന്നത്? കിരണെ, വളരെ വിഷമമുള്ള വാർത്തയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് കേൾക്കുന്നത്. മരിച്ചവർക്ക് ആദ്യം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം കിരണെ, എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നിരപരാധികളായ ആളുകളെ കൊല്ലുന്ന ഏത് രാജ്യക്കാരനായാലും ആ ഭീകരൻ പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ, സത്യത്തിൽ അത് പാകിസ്ഥാൻ സർക്കാരിന് ബന്ധമുള്ളത് തന്നെയാണ് 100%. ഇന്ത്യയുടെ വളർച്ചയും നമ്മുടെ ബഹുമാനീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പോയി സന്ദർശിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു അസൂയ, ആ അസൂയയിലാണ് പാവപ്പെട്ട നമ്മളുടെ ഇന്ത്യക്കാരായ ജനങ്ങൾ, ഒന്നും അറിയാത്തവർ കാശ്മീരിൽ പോയവരാണ്. അപ്പൊ എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, കാശ്മീരിലോട്ട് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂർ ഓപ്പറേറ്റർമാരും പോകാനിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കാശ്മീർ നമ്മളുടെ മുത്താണ്, എല്ലാമാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഈ ടൂർ പോകുമ്പോൾ നമ്മൾ പോകേണ്ടുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ ടൂർ ഓപ്പറേറ്റർമാരത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ. രാജ്യമില്ലാത്ത രാജാക്കന്മാരുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ട് പാകിസ്ഥാൻ ഭരണകൂടം തന്നെ ഈ ഭീകരരെ കിരൺ ഈ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവർക്ക് ഉപരോധം ഏർപ്പെടുത്തണം. പാകിസ്ഥാന്റെ ഒരു ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മണിമലയിൽ നിന്നും ശ്രീ കൃഷ്ണൻകുട്ടി കൂടി ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് കശ്മീർ സമാധാനത്തെ പോവുകയും അവിടെയൊക്കെ നിറയെ വിനോദസഞ്ചാരികളൊക്കെ വരികയും അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ കശ്മീരികളുടെ ജീവിതത്തിലേക്ക് വലിയൊരു സമാധാനവും സന്തോഷവും ഒരു ഐശ്വര്യവും ഒക്കെ വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞത് ഇവർ ഈ കശ്മീരികളുടെ ജീവിതത്തെ കൂടിയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പം ഇത്രയും പേര് സംസാരിച്ചപ്പം ആരും പറഞ്ഞില്ല തിരിച്ചടിക്കണ്ടെന്ന്, ആരും പറഞ്ഞില്ലല്ലോ. അതാണ്. അപ്പൊ തിരിച്ചടിക്കുക എന്നുള്ളത്, എങ്ങനെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത് ഏതെല്ലാം ആംഗിളിലൂടെ നമ്മൾ നോക്കിക്കാണണമെന്ന് അറിയാമോ? 1961-62 കാലത്ത് ചൈനയായിട്ട് നമ്മൾ യുദ്ധം ചെയ്തു. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള കാലഘട്ടമായിരുന്നു. അന്ന് നമുക്ക് അതിനുള്ള ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ 71-72 നമ്മൾ ബംഗ്ലാദേശ് മോചിപ്പിക്കാൻ വേണ്ടി ഒരു യുദ്ധം ചെയ്തു. അത് ഏറ്റവും വിജയകരമായി സമാപിക്കുകയും ചെയ്തു. അതുപോലെ പിന്നെ കാർഗിൽ വന്നു. ഇങ്ങനെ നമ്മൾ കുറെ അധികം യുദ്ധങ്ങളും ഈ പറഞ്ഞ അക്രമങ്ങളും എല്ലാം കണ്ടതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇന്നലെ ഉണ്ടായ ഈ സംഭവം നമ്മളിത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കാശ്മീരൊക്കെ സമാധാനപരമായി നടക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വേണമെങ്കിൽ നമുക്കെല്ലാം കാശ്മീരൊക്കെ പോയി കാണാമല്ലോ, ഇപ്പൊ എല്ലാം സമാധാനമായല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സമാധാനം ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം അക്കൂട്ടത്തിലുണ്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട്. എന്ന് മാത്രമല്ല, അവരുടെ മതത്തില് തീവ്രവാദികളായ ആൾക്കാരുണ്ട്. അവർക്ക് ആൾക്കാരെ കൊല്ലുന്നതും സമാധാനക്കേടുണ്ടാക്കുന്നതും ഒരു ഹരമാണ്. അങ്ങനെയുള്ള ഹരമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും എങ്ങനെ തിരിച്ചടിക്കുക? ഇപ്പൊ നോക്കൂ, യുക്രൈനും റഷ്യയായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. എത്ര നാളായി? തീർന്നോ? പ്രശ്നം അവസാനിച്ചോ? ഇല്ലല്ലോ. അപ്പൊ യുദ്ധം ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ശരിക്കും തിരിച്ചടിയാവുമോ എന്നറിയില്ല. കാരണം അതിനൊക്കെ നമുക്ക് ഒത്തിരി ആൾനാശവും സാമ്പത്തിക നാശവും എല്ലാം വരും. നമുക്ക് മാത്രമല്ല, മറ്റേ എതിർപക്ഷിയും വരും, പാകിസ്ഥാനും വരും, എല്ലാവർക്കും വരും. ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്, നമ്മളിപ്പോ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം തിരിച്ചടിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സംഭവിക്കേണ്ടിയിരുന്നത്, ആ സംഭവം നടന്ന ഉടനെ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം പാകിസ്ഥാനിലെ ബോർഡറിലുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പ് ഇഷ്ടംപോലെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അഭിപ്രായം പറയാം. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് രാജ്യവും ഏത് ഭരണകൂടമായാലും ആ ഭരണകൂടം ഒരുപാട് കാര്യങ്ങൾ ഒരു തിരിച്ചടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ പെട്ടെന്ന് പറയുന്നത് പോലെ ഒരിടത്തൊരടി ഉണ്ടായി എന്നാൽ പിറ്റേ അന്നേരം തന്നെ കയറി തിരിച്ചടിക്കുക എന്നുള്ളതല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിന് തൊട്ട് പിന്നാലേക്ക് ഒട്ടേറെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പലപ്പോഴുമുണ്ട്. അത് തടയുക എന്നുള്ള വലിയ വെല്ലുവിളി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ രാജ്യങ്ങളെ, ചില പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ നിലപാടുകളൊക്കെ, അതൊക്കെ അത്തരം നയതന്ത്ര ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനീഷ് കുമാറാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനീഷ്, താങ്കൾ എങ്ങനെയാണ് നമ്മുടെ സമാധാന ജീവിതത്തെ, രാജ്യത്തിൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന ഈ ഭീകരരുടെ ഈ കൊടും ഭീകരതയെ കാണുന്നത്? ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാൻ, പറഞ്ഞോളൂ. അതായത് നമ്മളുടെ ഇന്ത്യയിലെ ഒരു പോപ്പുലേഷൻ ഉണ്ട്.
അതോടൊപ്പം തന്നെ നമ്മൾ പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഡെവലപ്മെന്റ് അവർക്ക് ഭയങ്കരമായിട്ട് അസൂയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇവിടുത്തെ ഉണ്ടാവുന്ന ഈ പറയുന്ന ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള വളർച്ച, ഹെൽത്തിലുള്ള വളർച്ച, ഇതൊക്കെയാണ് പാകിസ്ഥാനാണ് ഇതിന് പിന്നിലെങ്കിൽ അവർക്ക് അസൂയയുടെ പുറത്ത് നടക്കുന്ന ഒരു നമ്മുടെ രാജ്യത്ത് ഒരു എന്താ പറയുക ഒരു വിഘടനവാദം സൃഷ്ടിക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നമ്മുടെ ഒരു സിസ്റ്റത്തിൽ, നമ്മുടെ ഈ ഒരു ഭാരതത്തിലോ കേരളത്തിലോ ഒന്നും ഇത് വില പോകുന്ന ഒരു സംഭവമല്ല. നമ്മളെല്ലാവരും തന്നെ ഒന്നടക്കം അതിനെ നമ്മൾ അപലപിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തിരിച്ചടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കണ്ടെത്താനും അവരെ നമുക്ക് കണ്ടെത്തി അവരെ നമുക്ക് തിരികെ നമ്മുടെ ആ രാഷ്ട്ര സ്നേഹം ഉള്ളവരാക്കി മാറ്റാനും നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അവരുമായിട്ട് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്ന തടയാൻ വേണ്ടി, അത് ആത്യന്തികമായിട്ട് അത് ഇല്ലാതാകാൻ വേണ്ടിയുള്ള തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രമേ നമ്മൾ താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായ നിലപാടുകളൊക്കെ തന്നെയാണ്. ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന്, സമാധാനപൂർവ്വമായി കഴിയുന്ന വലിയ വികസനങ്ങളൊക്കെ ഉള്ള രാജ്യത്തിന് യുദ്ധത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. പാകിസ്ഥാനെ പോലെയല്ല. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് അങ്ങനെ യുദ്ധം ചെയ്യുകയും ആ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയും ആ രാജ്യത്തിൻ്റെ ആകെ അരക്ഷിതാവസ്ഥയും ഒക്കെ നിൽക്കുന്ന ഒരു രാജ്യം പോലെയല്ല. യുദ്ധത്തിന് പോകുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ആലോചിക്കേണ്ട ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു നിലപാടും അങ്ങനെയല്ല. ഇന്ത്യ അങ്ങനെ ഒരു പ്രശ്നകാരിയായ രാജ്യമല്ല. ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യയുടെ വില ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ചില ഘട്ടത്തിൽ തിരിച്ചടിക്കേണ്ട ഘട്ടത്തിൽ തിരിച്ചടിക്കേണ്ടി വരും. പക്ഷേ എപ്പോഴും അത്തരമൊരു വഴിയല്ല എപ്പോഴും ഇന്ത്യ സ്വീകരിക്കുക. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് പറയാം. എന്റെ ഫാമിലിയില് പലരും ഈ ഡിഫൻസിന്റെ 3 വിങ്ങിലും ഹൈ ഓഫീസേഴ്സായിട്ട് റിട്ടയർ ചെയ്തവരുണ്ട്. ഇപ്പൊ സർവീസിൽ മേജർ റാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ജമ്മുവിൽ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അയാള് ഇപ്പോ അമേരിക്കയിലെ ട്രെയിനിങ്ങിലാണ്. അപ്പൊ അവര് പറഞ്ഞ ചില അറിവുകളുണ്ട്, കാരണം നേരിട്ട് അറിവില്ല. അപ്പൊ അതായത് ഈ നമ്മള് സർജിക്കൽ സ്ട്രൈക്ക്, പിന്നെ ഈ റിട്ടാലിയേഷൻ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നേരത്തെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് വളരെ വാസ്തവം തന്നെയാണ്. എത്ര കാഷ്വാലിറ്റി നടക്കുന്നറിയോ, എത്ര ഡാമേജ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാണ്ട് പറ്റില്ല. അപ്പോഴേക്കും തന്നെ റെഡ് ക്രോസ് ഇടപെടും. ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇതൊന്നും വേണ്ട. ഇവര് സ്ലീപ്പിംഗ് സെല്ലായിട്ട് അവിടെ മാസങ്ങളോളം അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പറ്റിയില്ല. അതവിടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇപ്പൊക്കെ പറഞ്ഞ ആ ടെറൈനെ പറ്റിയിട്ട് കിരൺ തന്നെ നേരത്തെ വർണ്ണിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സമാധാനത്തിനൊന്നും പോകേണ്ട കാര്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്ട്രോങ് അല്ലേ. ഭരണം അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഒരു മിടുക്കന്മാരല്ലേ അവർക്ക്, അത് സംശയമൊന്നുമില്ല. ഞാൻ പോളിസി പറയില്ല. ഇപ്പൊ പാകിസ്ഥാനെ പപ്പടാക്കാനുള്ള എല്ലാ വകുപ്പും നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഇന്ത്യക്കാരുടെ കയ്യിലുണ്ട്. ഉറപ്പണത് ഇറങ്ങിയ പപ്പടം തന്നെ അവര്. ശരി, നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, രാജ്യത്തിൻ്റെ സമാധാനത്തിന് മേലെയാണ് ഇപ്പോൾ ഭീകരർ നിറയൊഴിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ ഭായി, വേറൊരു സന്തോഷ വാർത്ത പിന്നെ മനോരമ ചാനലും സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഈ പ്രോഗ്രാം. പൊതുവേദി നല്ല ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പറയൂ എന്ന് പറയണ്ട, നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വിളിച്ചു, എളുപ്പം കിട്ടുന്നുണ്ട്, ആൾക്കാരൊക്കെ കുറവാണ്. അവിടുത്തെ വിനോദ് എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ ഇതുപോലത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പ്രോഗ്രാം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ. ശരി, ഓക്കെ. എന്നാലും നമ്മൾ കുറെ വർഷങ്ങളായി, തുടർച്ചയായി 8-9 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. നേരത്തെ അരമണിക്കൂറായിരുന്നു. നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് അതിപ്പോൾ നമ്മൾ 1 മണിക്കൂറാക്കിയത്. അതെ, ഞങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്ന ആൾക്കാർ. അതെ, അറിയാം. അതല്ല ഇത് വിജയിപ്പിച്ചത്. താങ്കളുടെ പങ്ക് അതിൽ നിർണായകമാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ള, ഇന്ന് പിന്നെ മുസ്ലിം ലീഗുകാർ ആരും വിളിച്ചില്ലല്ലോ. എന്ത് പറ്റി? ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. വളരെ നല്ല ആൾക്കാർ, അവരാരും വിളിച്ചില്ലെന്ന്. എന്തെങ്കിലും ഒരു അഭിപ്രായം അവർ പറയാം. അങ്ങനെ ശ്രീരാജൻ, അങ്ങനെ പറയരുത്. അങ്ങനെ ആരെങ്കിലും ലീഗുകാർ ആരെങ്കിലും വിളിച്ചില്ലയോ എന്നുള്ള താങ്കൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഇത് ഭീകരർ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അവർ മതം നോക്കി ആളുകളെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഇന്ത്യയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വ്യത്യസ്തമായി ശത്രുക്കളാക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. താങ്കൾ ഭീകരരുടെ ഭാഷയിൽ സംസാരിക്കരുത്. അതാണ് ആ പോയിന്റ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇവിടെ വഖഫ്, ഹലാല്, ഈ ടെററിസം, ഇതെല്ലാം ഇതിന്റെ പോക്ക് തന്നെയാണ്. ഇതുപോലെ നാശം പിടിച്ച ഒരു ഗ്രൂപ്പ്
പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ. ശരി, ഓക്കെ. എന്നാലും താങ്കൾ അങ്ങനെ പറയുന്നു. ഈ ഘട്ടത്തിൽ ഭീകരർ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കളിലേക്ക് വരാം. സംഭവം നടന്ന ഉടനെ പാകിസ്ഥാന്റെ ഏതെങ്കിലും ക്യാമ്പ് നിശേഷമായി തീർത്ത് കളയണമായിരുന്നു എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. അതോടൊപ്പം തന്നെ ആദ്യം പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ പോകുന്നു, നദീജല കരാർ റദ്ദാക്കാൻ പോകുന്നുവെന്ന് ന്യൂ തിങ്കർ പറയുന്നു. മതമല്ല പ്രശ്നം, മതത്തിലെ തീവ്രവാദികളാണ് പ്രശ്നമെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. മറ്റു ചിലരൊക്കെ ചില മോശപ്പെട്ട കമന്റുകളുണ്ട്, നമ്മളത് വായിക്കുന്നില്ല. എൻ്റെ ആങ്കറിങ്ങിനെ കുറിച്ചൊക്കെ ശ്രീ ബിനോയ് ഭദ്രൻ അങ്ങനെ വല്ലാതെ അദ്ദേഹത്തിന് വലിയ വിഷമം, ഞാനെന്താ ഇങ്ങനെ ആങ്കർ ചെയ്യുന്നത്, വേറെ എങ്ങോട്ടൊക്കെ കൂലി കിട്ടുന്നു എന്നൊക്കെ ബിനോയ് ഭദ്രൻ പറയുന്നു. ശ്രീ ബിനോയ് ഭദ്രൻ, എനിക്കെന്തായാലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, കൂലിക്ക് വേണ്ടതിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് കൂലി വാങ്ങുന്നത്. അന്തസ്സായി തന്നെയാണ് ജോലി ചെയ്യുന്നതും. അതിന് ഏതെങ്കിലും തരത്തിൽ കുറവ് ഇത്രകാലം മാധ്യമപ്രവർത്തനത്തിൽ വരുത്തിയിട്ടില്ല. ഇനിയും അങ്ങനെ വരുത്താനും എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചില ആളുകൾക്ക് അഭിപ്രായം പറയാൻ താങ്കൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയാം. ശ്രീ ജോസഫ്, താങ്കൾക്ക് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ കിരണിന്റെ ആങ്കറിനെ പറ്റി പറഞ്ഞ ആളിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ ആങ്കറിങ് എവിടെ ലൈൻ വരയ്ക്കണോ അവിടെ താങ്കളുടെ ലൈൻ വരയ്ക്കുന്നത് വളരെ പ്രശംസനീയമാണ്. അത് പറയാതിരിക്കുന്ന ഭാവമില്ല. ഇനിയും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വളരെ വികാരാധീനരായിട്ടാണ് സംസാരിക്കുന്നത്. വികാരാധീനരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളും തീരാൻ പോകുന്നില്ല. കാരണം ഒരു യുദ്ധം തുറന്നു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരികളുടെ ഭർത്താക്കന്മാർ അവിടെയൊക്കെ ജോലി ചെയ്യുന്നു, മക്കള് ജോലി ചെയ്യുന്നു ആർമിയില്, അവരുടെയൊക്കെ ജീവൻ എത്ര ആയിരം ജീവൻ ഇനി നഷ്ടപ്പെടും എന്നുള്ളതിനെ പറ്റി പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർ കയ്യിൽ കിട്ടിക്കൊന്നുമില്ലല്ലോ. അവരുടെ ന്യൂക്ലിയർ വെപ്പണുള്ള രാജ്യമാണ്, വിവരമില്ലാത്ത അഡ്മിനിസ്ട്രേഷൻ ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ UN ഈ പ്രശ്നം അവതരിപ്പിക്കുകയും മാക്സിമം ലോക രാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് മേടിക്കുകയും ചെയ്ത ശേഷം ഒരു സ്റ്റേയിങ് വാർണിംഗ് കൊടുക്കുക, ഡിപ്ലോമാറ്റിക് വാർണിംഗ് പാകിസ്ഥാൻ കൊടുക്കുക. ഇതിന് പുറകോട്ട് സഹിക്കാൻ ഒട്ടും പറ്റത്തില്ല നമുക്ക്, അതുകൊണ്ട് കനത്ത തിരിച്ചടി നിങ്ങൾ തരും എന്നുള്ളൊരു വാർണിംഗ് ആണ് ഈ അവസരത്തിൽ കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. യുദ്ധം എന്നൊക്കെ പറയുന്നത് നമുക്ക് വൈകാരികമായി പറയാം, അതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യേണ്ട ഒന്നാണ്. ഏത് ഭരണകൂടമായാലും ഭരണകൂടത്തിന് അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വൈകാരികമായി തീരുമാനമെടുക്കാൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും കഴിയില്ല എന്നതുകൂടിയാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ തീവ്രവാദ ആക്രമണത്തെ കാണുന്നത്? കാശ്മീരിലെ പെഹൽഗാമില് കൊടും ഭീകരർ ചെയ്തു വെച്ച ഒരു വിപത്ത് പാവപ്പെട്ട നിരപരാധികളായ 28ഓളം ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഒരു സംഭവം. അതിനെ എങ്ങനെ അപലപിക്കണം എന്ന് എനിക്കറിയില്ല. അത്രമാത്രം അപലനീയവും വളരെ വളരെ വേദനാജനകവുമാണ്. ഇതിൽ രാജ്യം ഒട്ടാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. എല്ലാവരും രാജ്യത്തോടൊപ്പം ഭരണാധികാരികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുക മാത്രമല്ല, നിരപരാധികളെ കൊല്ലുന്ന മണ്ണിൽ ഇവർക്ക് സ്ഥാനമില്ല, ഇവർക്ക് ഇടമില്ല എന്ന് സ്റ്റാലിൻ നമ്മുടെ അടുത്ത സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേണ്ടത് പഴുതടച്ചുള്ള ഒരു തരത്തിലും കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകാതിരിക്കുന്നുള്ള പഴുതടച്ചിട്ടുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. 50 കിലോമീറ്റർ ചുറ്റളവിൽ സൈന്യം വളരെ ജാഗ്രതയോടുകൂടി ഈ കുറ്റവാളികളെ തേടിപ്പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കുറ്റവാളികളെ തേടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തത് എന്തിനാണ്, ആരാണ് നിങ്ങളെ ഇത് ചെയ്യിച്ചത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരാണ് എന്നൊക്കെ അവരെ കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഏത് ഭീകര സംഘടനയാണോ ആ ഭീകര സംഘടനയെ ഈ മണ്ണിൽ ഈ ലോകത്തിന് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് നിന്ന് വേണം. അതിന് എല്ലാ ലോകരാജ്യങ്ങളുടെയും സപ്പോർട്ട് വേണം. ഇത്തരം ആളുകൾ ഒരു രാജ്യത്തും ഒരിടത്തും ഉണ്ടാവാൻ പാടില്ല. ശരി, ശ്രീ റഷീദിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും വിളിക്കുന്നു. ശ്രീ പ്രദീപ്, കശ്മീരിന്റെ സമാധാന ജീവിതത്തിന് മേലെയാണ് ഇപ്പോൾ ഈ വെടി ഉതിർത്തിരിക്കുന്നത്. 28 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം. എന്റെ നാട്ടിലെ എന്റെ പാവം ജനങ്ങളെ ഈ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നതില് നിഷ്ഠൂരം ചോദിച്ച് നിങ്ങൾ ഹിന്ദു ആണോ എന്ന് പ്രത്യേകിച്ച് ചോദിച്ച് വെടിവെച്ച് കൊന്നതിൽ എനിക്ക് മാനസികമായി ഒരുപാട് വേദനയുണ്ട്. തൊട്ടു മുന്നേ റഷീദ് എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഒപ്പം
ഒരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ മനു, രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു കാലമാണ്. ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളും, ലോകത്ത് 3 രാജ്യങ്ങൾ ഒഴിച്ച്, 1 പാകിസ്ഥാൻ, 2 തുർക്കി, 3 രാജ്യമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ പോലും പലസ്തീൻ. ഈ 3 രാജ്യം ഇന്ത്യക്ക് സപ്പോർട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ 3 രാജ്യങ്ങളും സപ്പോർട്ട് പറഞ്ഞത് പാകിസ്ഥാനാണ്, നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതവിടെ നിന്നോട്ടെ. പക്ഷേ തൊട്ടു മുന്നേ ഒരാൾ പറഞ്ഞത് ഞങ്ങളുടെ സഹോദരങ്ങൾ 27 പേരെ കൊന്നതിന് തീവ്രവാദികളുമായി യുഎന്നിൽ പോയി എന്തോ ചർച്ച നടത്തണമെന്നോ? ഇയാളൊക്കെ ഏത് മനുഷ്യനാണോ? നിങ്ങൾക്കെല്ലാം ഒരു മനസ്സാക്ഷിയോ? തന്റെ മോളെയോ തന്റെ മോനെയോ ഇതേപോലെ കൊന്നെങ്കിൽ ഇത് പറയോ വന്നിരുന്ന്? 27 ജീവനാണ്, 30 ജീവൻ. ശ്രീ പ്രദീപ്, താങ്കൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി കേൾക്കണമായിരുന്നു. പറഞ്ഞത് യുദ്ധം എന്നൊക്കെ പറയുന്നത്, അടിക്ക് തിരിച്ചടി എന്നൊക്കെ പറയുന്നത് വൈകാരികമായി പറയാം. പക്ഷെ ഒരു രാജ്യം തീരുമാനിക്കുന്നത്, രാജ്യത്തിന് ഒട്ടേറെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഒരു യുദ്ധത്തിലേക്ക് പെട്ടെന്ന് പാകിസ്ഥാനെ പോലെ അങ്ങനെ എടുത്തിയാടാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യ ഒരുപാട് ഘട്ടത്തിൽ വികസനത്തിലേക്ക് വലിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളോടൊക്കെ കിടപിടിച്ചു നിൽക്കുന്ന വലിയ സാമ്പത്തിക ശക്തിയൊക്കെയാണ്. നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ നാളെ തന്നെ യുദ്ധത്തിലേക്ക് ചാടാം എന്നൊന്നും പാകിസ്ഥാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ തീരുമാനിക്കാം. അതൊരു അരക്ഷിതമായ രാജ്യമാണ്. ആ രാജ്യത്തിന് അങ്ങനെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ ഭരണാധികാരികളൊന്നും അങ്ങനെ ഭാവി കണ്ട് തീരുമാനമെടുക്കുന്നവരൊന്നുമല്ല. ഇന്ത്യൻ ഭരണാധികാരികൾക്കും ഭരണകൂടത്തിനുമൊന്നും അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ല. അതിനെ ആ അർത്ഥത്തിൽ കാണണം, അല്ലാതെ അവരുടെ നേരെ കുതിര കയറുകയല്ല വേണ്ടത്. നേരെ കുതിര കയറുന്നില്ല. ഇന്ത്യ എന്ന് കേട്ടാൽ അഭിമാനം തോരണം, കേരളം എന്ന് കേട്ടാൽ ചോര തിളയ്ക്കണം. അപ്പൊ ഈ മരിച്ചത് കേരളത്തിലുള്ള ഒരാളുണ്ടല്ലോ, എന്താ ചോര തിളയ്ക്കണ്ടേ? ചോര തിളയ്ക്കുന്നതും അതാണ് ഞാൻ പറഞ്ഞത്. ചോര തിളയ്ക്കുന്നതും അഭിമാനവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവർ പറഞ്ഞത്. അതിനോടൊപ്പം അവർക്ക് ആത്മാഭിമാനവും ബോധവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല, ബോധത്തിന്റെ കാര്യമില്ല, നിങ്ങൾ തിരിച്ചടിക്കണ്ടേ? അപ്പൊ തിരിച്ചടിക്കണ്ടെന്നല്ലോ അവര് പറഞ്ഞത്. തിരിച്ചടിക്കണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. ഇന്ന് പറഞ്ഞാൽ നാളെ യുദ്ധത്തിലേക്ക് പോകണം എന്നല്ല പറയുന്നത്. മിസ്റ്റർ മനു, മിസ്റ്റർ കിരൺ, നോക്കൂ, എത്ര കാലം ക്ഷമിച്ചു എന്നറിയാമോ ഈ രാജ്യം? എത്ര തീവ്രവാദി ആക്രമണം നമ്മുടെ പാർലമെന്റിൽ കയറി അടിച്ചു, നമ്മുടെ ബോംബെയിൽ കയറി അടിച്ചു. ഇനി ഇതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ ആ രാജ്യത്തിനെ തൊലയ്ക്കണം മിസ്റ്റർ കിരൺ, തൊലയ്ക്കണം. ശരി പ്രദീപ്, താങ്കൾ അങ്ങനെ ആളുകൾ പറയുന്നതിന് നമുക്ക് വൈകാര്യമായും ഒരു വിഷയത്തെ സമീപിക്കാം, ആ വിഷയത്തെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയും സമീപിക്കാം. അങ്ങനെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിക്കാനേ ഏത് ഭരണകൂടമായാലും കഴിയുള്ളൂ. അതിന് രാഷ്ട്രീയം ഒന്നുമല്ല. ഏത് ഭരണകൂടമായാലും ഇന്ത്യക്ക് ഒരു പൊതുവായ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിനൊപ്പമാണ് എപ്പോഴും ഇന്ത്യൻ ഭരണകൂടം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജഗോപാലനാണ്. ശ്രീ രാജഗോപാലൻ, താങ്കൾക്ക് പറയാം. ഇതിനകത്ത് ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ സംഭവത്തിനെ സംബന്ധിച്ച്. നിരപരാധികളായ ആളുകളെ നിഷ്കരണം കൊല്ലുന്ന രീതി ഒരിക്കലും ഏത് ജനസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അംഗീകരിക്കപ്പെടേണ്ടതല്ല. പക്ഷെ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യക്കകത്ത്, നമ്മുടെ കാശ്മീരിനകത്ത് തന്നെ ഒരു സപ്പോർട്ട് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇതിനെ കാണാൻ. അപ്പൊ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള പാളിച്ചകൾ കൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം നമ്മൾ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ സുരക്ഷാ സേന എല്ലാം വളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. കുറെ സെൻസർ ഒക്കെ ചെയ്തിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സംഗതി ഇതിനകത്തുള്ള ഈ മതവിഭാഗത്തിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് കോൺട്രൈസ് ചെയ്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മതത്തിനകത്തുനിന്ന് തന്നെ ഒരു നവീകരണത്തിന്റെ ചിന്ത രൂപപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ആ മത നേതാക്കളും മതപ്രവർത്തകരും ചിന്തിക്കണമെന്നാണ് എനിക്ക്. ശ്രീ രാജഗോപാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഇന്ത്യയിൽ ഉയർന്നത് കശ്മീരിൽ നിന്ന് തന്നെയാണ്. കശ്മീരിലെ ജനത തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ചത്. പാകിസ്ഥാനെതിരെ പരസ്യമായി മുദ്രാവാക്യം വിളിച്ചടക്കം പ്രതിഷേധിച്ചത് കശ്മീരിലെ ജനതയാണ്. അവരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. യഥാർത്ഥത്തിൽ നമുക്ക് മലയാളിക്കോ തമിഴിനോ ഉണ്ടായ നഷ്ടം പോലെയല്ല, കശ്മീരികളുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത്. അതിലെ മതപ്രവർത്തകര് സ്വാഭാവികമായി അതിനെതിരെ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പറയണ്ട, അവരെല്ലാവരും അതിനെതിരെ. കശ്മീരിലെ ജനതയെ സംബന്ധിച്ച് കശ്മീർ താഴ്വരയിൽ കൂടുതലുള്ളത് ആരാണെന്ന് അറിയാമല്ലോ. ആ ജനതയുടെ ജീവിതത്തിന് മേലെയാണ്, അവരുടെ ജീവിതമാണ് നശിപ്പിച്ചത് ഈ ഭീകരർ. തരത്തിലുള്ള ചർച്ചകളാണ് തൊട്ട് മുമ്പ് ചില മതാന്തന്മാർ അങ്ങനെ പലതരത്തിലും ഏത് കാര്യം കണ്ടാലും അതിലൊക്കെ ഈ തരത്തിലേക്കുള്ള മതത്തെ കുത്തിക്കയറ്റുക. ഭീകരർ ഇന്നലെ ലക്ഷ്യമിട്ടത് അത് തന്നെയാണ്. അവർ മതം ചോദിച്ച ഒരാളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിൽ മുസ്ലിമിനെയും ഹിന്ദുവിനെയും രണ്ടാക്കി നിർത്തുക. ആ ലക്ഷ്യത്തിൽ തന്നെയാണ്. ഭീകരരെ പോലെ ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അത് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ചിലർ വൈകാര്യമായി പറയും, ചിലർ വൈകാര്യമായിട്ടില്ല, ബോധപൂർവം അങ്ങനെയൊക്കെ വിഷം കലക്കുന്നവരുണ്ട്. അത്തരം ആളുകൾ കൂടി ചേർന്നാണ് നമ്മുടെ സമൂഹം. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. അത്യന്തം രാജ്യം നടുങ്ങുന്ന ഒരു തീവ്രവാദ ആക്രമണമാണ് ഉണ്ടായത്. കശ്മീരിൻ്റെ സമാധാനത്തിന് മേലെ, ആ ജീവിതം
ഏറെക്കാലത്തിന് ശേഷം അവിടുത്തെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ ആ പ്രദേശത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിൽ നിന്നൊക്കെ നിരവധി ആളുകളാണ് കശ്മീരിലേക്ക് ഇപ്പോൾ കശ്മീർ കാണാൻ വേണ്ടി ആ വാലിയുടെ അതിമനോഹാരിത കാണാൻ വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സമയത്താണ് അവരൊക്കെ ജീവിതം തിരിച്ചുപിടിച്ച് അതിലൂടെ ജീവിതം രക്ഷപ്പെട്ടു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവിതം തകർത്ത് കളഞ്ഞത് കശ്മീരിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ്. ഈ ടൂറിസം കൊണ്ട് ജീവിതം കരിപ്പിടിപ്പിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യർ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ ജീവിതത്തിന് മേലെയാണ് ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നത്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഇനി അവർക്ക് അവരുടെ ജീവിതം പഴയ പോലെ അവിടെ ടൂറിസ്റ്റുകളാവണമെങ്കിൽ എത്രയോ കാലം പിടിക്കും. ഇതിൻ്റെ ഒരു ഭയം പലപ്പോഴും വിദേശ ടൂറിസ്റ്റുകളെ ആവും ആദ്യം ഏറ്റവും കൂടുതൽ ഇവിടേക്ക് വരാൻ ഒഴിവാക്കുന്നത്. കശ്മീരിൽ നിന്നേക്ക് മാത്രമല്ല, ഇന്ത്യയിലേക്കുള്ള യാത്ര ചിലപ്പോൾ തന്നെ കശ്മീരിനെ ലക്ഷ്യമിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോഴായിരിക്കും ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങൾ കൂടി കാണാൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ശേഷിയുള്ള അത്രത്തോളം മനോഹരമായ ഒരു ഭൂമിയാണ് കശ്മീർ എന്ന് പറയുന്നത്. എന്തായാലും അവിടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ എങ്ങനെ തിരിച്ചടിക്കണം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റ് ഗിരീഷനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ ഗിരീഷൻ, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ വിളിച്ചേ, ഞാൻ പ്രാവശ്യം ചോദിച്ചാലും കിട്ടിയില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആയിരുന്നു, നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത് സാറിന്റെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ്, കഴിഞ്ഞ ഒരു ചോദ്യകർത്താവ് ചോദിച്ചതിന്റെ സാർ ഇത്ര വയലിനാകുമ്പോഴത്തേനും ഒരു കാര്യം സാറിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് പല, ഞാൻ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. അത് ഏത് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും പറയാം അത് പറയുന്നത് കേൾക്കാം. എന്നാലും പറയാം, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു വേദിയില്ല. ഈ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്നത് എത്ര എന്റെ സഹോദരങ്ങളായിട്ടുള്ളവരും ബന്ധത്തിൽപ്പെട്ടവരായിട്ട് ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. ഒത്തിരി പേര് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിയില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ഏതാ അവിടെ നമ്മൾ ഉയർത്തെഴുന്നേക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ രാജ്യസ്നേഹം എന്ന് പറയുന്ന ഏറ്റവും വലിയ സംഭവം ഉണ്ടാവണ്ടായി, അല്ലേ? അതെ, ആ സമയത്ത് ചിലർ മറ്റുള്ളവരെ കുറ്റം പറയും, ആളുകളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ വർത്തമാനം പറയുന്നത് ശരിയല്ല എന്നുള്ളത്. അത് ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ മറ്റുള്ളവർ പറയുന്ന മതത്തിന്റെയും കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്ത് കൊണ്ടുവരാൻ പാടില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണത്. ശരി, അതെ, ആ സമയത്ത് അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. ആ സമയത്ത് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒക്കെ കാണുന്ന ആളുകൾ, എനിക്ക് സാറിനോടാ പറയാനുള്ളത്, ഈ സാറിന് ഈ പാർഷ്വാലിറ്റി ശകലം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല ശ്രീ ഗിരീശൻ, താങ്കൾക്ക് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് പറയാൻ, അല്ല, താങ്കൾക്ക് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് പറയാൻ ചിലപ്പോൾ നാണക്കേട് കാണും. എനിക്ക് അങ്ങനെ, ഞങ്ങൾക്ക് ആരെങ്കിലും അല്ല എങ്കിൽ പിന്നെ അത് ആദ്യമേ പറഞ്ഞൂടെ BJP ആണെന്നൊക്കെ പറഞ്ഞൂടെ? അല്ല, അത് പറയുന്നതിന് എന്തിനാണ്? ഓരോ ഇതിൽ വിളിക്കുന്ന ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം മറച്ചു ഇതെങ്ങനെയാണ് പാർഷ്യാലിറ്റി ആകുന്നത്? ഒരു രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ അവരെല്ലാവരും തന്നെ അതിശക്തമായി തന്നെ പറഞ്ഞു രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം, രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ചടിക്കണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതിൽ മതം കലർത്തുന്ന, അതിൽ വർഗീയത കലർത്തുന്ന ആളുകളെ അംഗീകരിക്കാൻ കഴിയില്ല. അത് അങ്ങനെയുള്ള ആളുകളെ അംഗീകരിക്കാൻ കഴിയില്ല, സംശയമൊന്നുമില്ല ശ്രീ ഗിരീശൻ. ഈ സമയത്ത് വർഗീയത കുത്തി പെറുക്കാൻ നോക്കിയാൽ അവർക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും. അത് പറയും, യാതൊരു സംശയവുമില്ല അതിൽ. ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ഭീകരരുടെ ഭാഷയിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ സംസാരിക്കും. ഒരു കാര്യം കൂടെ, മീഡിയയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും, എല്ലാവരുടെ മനസ്സിലേക്ക് സാധനം കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പം ചെയ്യേണ്ടത് എന്നാന്നറിയോ, നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച്. അങ്ങനെ തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അങ്ങനെ അല്ലാത്തവർക്ക് നേരെയാണ് ഈ വർത്തമാനം പറയേണ്ടി വന്നത്. അങ്ങനെ പാടില്ല. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്തേ സാർ. നമസ്കാരമുണ്ട് സാറേ. ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ലോകം എമ്പാടും ഉള്ള രാജ്യങ്ങളിൽ ഇപ്പൊ നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ മുന്നേറുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമാണ്. എങ്കിലും നമുക്ക് ഇപ്പം നമ്മൾ പറയാം, ഇപ്പൊ നമ്മൾ സാമ്പത്തികം ഉണ്ടാക്കി, പക്ഷെ നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ ഓടുന്ന സമയത്ത് നമുക്ക് കിടപ്പാട്, നമുക്ക് ഇരിപ്പിടം വേണ്ടേ? അപ്പൊ ലാസ്റ്റ് നമുക്ക് സമ്പത്ത് മാത്രമുണ്ട്, ഇരിപ്പിടം ഇല്ല. ആ ഇരിപ്പിടത്തിൽ കയറി ഇവര് ഇപ്പൊ അടിക്കാൻ നോക്കുകയാണ്. അപ്പം നമുക്ക് സാമ്പത്തികം നോക്കണ്ട, ആദ്യം നമുക്ക് ഇരിപ്പിടം വേണം, ഇരിപ്പിടം ഉറപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്രമണം പാകിസ്ഥാനുമായിട്ടുണ്ടായാൽ ആദ്യം മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഇന്ത്യൻ മുസൽമാനായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മഹേഷ് മോഹനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ മഹേഷ് മോഹൻ,
രാജ്യത്തിൻ്റെ നേരെയാണ് ഈ ഭീകരർ ഇപ്പോൾ നിറയൊഴിച്ചിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് തിരിച്ചടിക്കണ്ടേ ഇന്ത്യ എന്നുള്ള ആ ഒരു ക്യാപ്ഷനിൽ തന്നെ എനിക്കുള്ള വളരെ ഒരു വിയോജിപ്പ് ഞാൻ അവതരിപ്പിക്കുകയാണ്. കാരണം ഭാരതം പ്രതികരിക്കുന്നത് നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. പക്ഷെ അനാവശ്യമായി പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് കടന്നു പോകാത്ത രീതിയിലുള്ള ആ ഒരു ക്യാപ്ഷനെതിരെ വേണ്ടിയിട്ട് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ശ്രീ മഹേഷ് മോഹൻ. ഞങ്ങൾ യുദ്ധം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏത് രാജ്യമായാലും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ പൊതുവെ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നത് പ്രതികരണം എന്ന് പറയുന്നത് യുദ്ധത്തിലൂടെ ആവാം, തിരിച്ചടി അല്ലാതെ കൊടുക്കാം, നയതന്ത്രത്തിലൂടെ ആകാം, അങ്ങനെ ഉപരോധത്തിലൂടെ ആകാം, അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അല്ലാതെ ഞങ്ങൾ യുദ്ധമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. യുദ്ധം ഉണ്ടാവരുത് എന്നത് ഞങ്ങളുടെ ആഗ്രഹവും. സാറിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ സാറിനെയൊക്കെ കോൺടാക്ട് ചെയ്യാറുള്ളൂ. വളരെ 4 പ്രാവശ്യം ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പറയുന്ന എന്താ പറയാ ഒരു ക്യാപ്ഷൻ പലപ്പോഴും പല മനുഷ്യരുടെയും മനസ്സിലുണ്ടാക്കുന്ന വികാരങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ നമ്മൾ പ്രതികരിക്കേണ്ട രീതിയിൽ ഭാരതത്തിന് ഉചിതമായ രീതിയിൽ, ഭാരതത്തിന് ദോഷമുണ്ടാകാത്ത രീതിയിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും. ശരി, ശ്രീ മഹേഷ് പറഞ്ഞത് വ്യക്തമാണ്. നമുക്ക് സമയം അവസാനിക്കുന്നുകൊണ്ടാണ് ഇടപെടുന്നത്. ക്ഷമിക്കണം ശ്രീ മഹേഷ്. എന്തായാലും താങ്കൾ പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധിയായി പൂർണ്ണമായും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശമേ ആ തലക്കെട്ടിൽ ലക്ഷ്യമിട്ടിട്ടേ ഇല്ല. പ്രതികരണം എന്ന് പറയുന്നത് യുദ്ധം എന്നത് ഒരിക്കലും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഏത് സാഹചര്യത്തിലും യുദ്ധം ഒഴിവാകണം എന്ന് തന്നെയാണ്. ശ്രീ സുനിൽകുമാർ കൂടി ചേരുന്നു. ശ്രീ സുനിൽ, താങ്കളുടെ അഭിപ്രായം വേഗത്തിൽ പറയാം. ഹായ് കിരൺ. അതെ, എന്റെ അഭിപ്രായത്തിൽ തിരിച്ചടിക്കുന്നത് മാത്രമല്ല POK തിരിച്ച് ക്ലെയിം ചെയ്യാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇസ്രായേല് ഹമാസിന്റെ ഇതുകൊണ്ട് ഹമാസിനെ തിരിച്ചടിച്ചു. 9/11 കഴിഞ്ഞപ്പോൾ US തിരിച്ചടിച്ചു. അങ്ങനെയുള്ള ഈ തീവ്രവാദത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വന്ന് അവരുടേതായ രീതിയിൽ തിരിച്ചടി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ താങ്കൾ ഒരു തരത്തിലും യുദ്ധത്തിനെതിരെ സാമ്പത്തികമായി നഷ്ടപ്പെടുന്നു. ഇങ്ങനെ നഷ്ടപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാവരും പോയി ഏതെങ്കിലും ഒരു റിലീജിയസ് സ്ഥലങ്ങളിൽ പോയി മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിന് ഈ മിലിറ്ററി പോരണം ഇവിടെ? ഇത് തീർച്ചയായിട്ടും തിരിച്ചടിക്കേണ്ട ഒരു അവസരമാണ്. ശരി, എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ രീതിയിലേക്ക് തിരിച്ചടിക്കണം എന്നുള്ള അഭിപ്രായം ഉയർന്നവരും, യുദ്ധമല്ല തിരിച്ചടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരും, യുദ്ധത്തിലേക്കൊന്നും ഇന്ത്യയെ പോലെ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന്, ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വളർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ചേരുന്ന രീതിയല്ല യുദ്ധം എന്നുള്ളതും, അല്ലാതെയും തിരിച്ചടിയൊക്കെ അവർക്ക് നൽകാൻ കഴിയും എന്നൊക്കെ പറഞ്ഞവരും, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ, പക്വതയോടുകൂടി അഭിപ്രായ പ്രകടനം നടത്തിയവരും വൈകാരികമായി പ്രതികരിച്ചവരുമൊക്കെ ഉണ്ട്. അത്യപൂർവം ചിലരെങ്കിലും ഉള്ളിലെ അവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവരുടെ മതവൈരമോ ഒക്കെ ഇതിൽ കുത്തിച്ചേർക്കാൻ, അതിലേക്ക് കലർത്താൻ ശ്രമിച്ചവരുമൊക്കെ ഉണ്ട്. ദയവ് ചെയ്ത് അങ്ങനത്തെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉള്ളവർ അത് മാറ്റിവെക്കേണ്ട ഒരു സമയം കൂടിയാണ്. രാജ്യം പ്രതിസന്ധിയിലാവുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുക. അതിനുശേഷം ഏത് തരത്തിലുള്ള വിമർശനങ്ങളും ആവാം, അതിന് യാതൊരു തെറ്റുമില്ല. വിമർശനവും വിചാരണയും ഒക്കെ വേണം, അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടാവുക തന്നെ വേണം. എങ്കിലേ നമുക്ക് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.